കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 36 ദിവസങ്ങൾ 140-ൽ 136 നിയോജക മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ച് ജനലക്ഷങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ പരാതികളും പരിഭവങ്ങളും കേട്ടറിഞ്ഞ് നവകേരള സദസ്സ് യാത്ര ഗംഭീരമായി പൂർത്തിയാക്കി. ആ യാത്ര കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രൗഢോജ്വലമായ അധ്യായം രചിച്ചു. ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ അത്യപൂർവമായ മാതൃക തീർത്തു. കേരളത്തിലെ മാധ്യമങ്ങളടങ്ങിയ പ്രതിപക്ഷ സഖ്യത്തിന്റെ എല്ലാ ഫ്രസ്ട്രേഷനും മുകളിൽ ഉപ്പും മുളകും വാരിത്തേച്ചുകൊണ്ടാണ് ആ യാത്രയ്ക്ക് സമാപനം കുറിച്ചത് എന്ന് പറയുന്നതാവും കൂടുതൽ ഭംഗി, അല്ലേ? ജനങ്ങളെ കാണാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും, അതായത് മന്ത്രിസഭ തന്നെ നേരിട്ട് ഇറങ്ങുന്നു എന്ന് കേട്ടപാടെ തന്നെ മാധ്യമങ്ങൾ കുഴലെടുത്തു. കോൺഗ്രസും BJP-ക്കാരും കല്ലും വടിയും എടുത്തു. ആദ്യം മുതലുള്ള വാർത്തകൾ തന്നെ വിശകലനം ചെയ്തു പോകാം. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നവകേരള സദസ്സ് നടത്തി വൻ ധൂർത്ത് എന്നായിരുന്നു മാധ്യമങ്ങളുടെ ആദ്യത്തെ കുത്തിത്തിരിപ്പ്. മന്ത്രിക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം, അതിന് അകമ്പടി വാഹനം വേറെ. അപ്പോൾ മുഴുവൻ മന്ത്രിമാർക്കുള്ള വാഹനവും അതിൻ്റെ അകമ്പടിയുമായി എത്ര വാഹനങ്ങൾ വേണം? ഇതെല്ലാം ധൂർത്ത് തന്നെയല്ലേ? തുടങ്ങി ഒരുപാട് വിമർശനങ്ങൾ വന്നു. ചർച്ചകൾ വന്നു. മീഡിയ റൂമുകളിൽ കുറ്റവിചാരണയും വിധികളും വന്നു. ഒടുക്കം എല്ലാ മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ വേണ്ടി ഒരു ബസ് മാത്രമാണ് എത്തുന്നതെന്ന സത്യാവസ്ഥ പുറത്തു വന്നു. അപ്പോൾ മാധ്യമങ്ങളുടെ അടുത്ത വാർത്ത, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്ക് സഞ്ചരിക്കാൻ അത്യാഡംബര ബസ് കൊണ്ടുവരുന്നു, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ തള്ളിവിടുന്നു എന്ന പ്രചരണം കൊടുമ്പിരി കൊണ്ടു. ബസ്സിനുള്ളിൽ സ്വിമ്മിംഗ് പൂള്, അടുക്കള, ബസ്സിൽ കയറാൻ ലിഫ്റ്റ്, മുഖ്യമന്ത്രിക്ക് പ്രത്യേക മുറി എന്നിങ്ങനെ പ്രചരണങ്ങൾ ശക്തം. ആഴ്ചകളോളം ചർച്ച, കുറ്റവിചാരണ, വിധി. ഇതിനുള്ള മറുപടി ബസ്സിനുള്ളിൽ നിന്നുകൊണ്ടുള്ള മന്ത്രിമാരുടെ ഒരൊറ്റ സെൽഫിയായിരുന്നു. സെൽഫി വീഡിയോയും പ്രത്യക്ഷപ്പെട്ടു. മാധ്യമങ്ങളിൽ പറഞ്ഞ സ്വിമ്മിംഗ് പൂളില്ല, ലിഫ്റ്റില്ല, പ്രത്യേക മുറികളില്ല. അതോടെ നുണ മാത്രം പറയുന്ന മാധ്യമങ്ങൾ എന്ന പേര് ഒന്നും കൂടെ ചാർത്തിക്കിട്ടി. പക്ഷെ അപ്പോഴും ബസ്സിനെതിരെയുള്ള വാർത്തകൾ അവസാനിക്കുന്നില്ല. യാത്ര തുടങ്ങിയതും ബസ് ബ്രേക്ക് ഡൗൺ ആയി എന്ന ഫ്ലാഷ് ന്യൂസ് എത്തി. NH പണി നടക്കുന്നത് കണ്ട് പുരോഗതി വിലയിരുത്താൻ ഇറങ്ങിയതാണ്, അല്ലാതെ ബസ്സിനൊരു കുഴപ്പമില്ലെന്ന് മന്ത്രി P രാജീവ് മറുപടി നൽകിയതോടെ അതും പൊളിഞ്ഞു. എന്നിട്ടും അവസാനിച്ചോ? ഇല്ല. കാഴ്ച പോരാതെ അതീവ രഹസ്യമായി ബസ്സിന്റെ ചില്ല് മാറ്റി എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. ബസ്സിന്റെ റുട്ടീൻ ചെക്കപ്പ് പോലെയും ടോയ്ലറ്റ് ക്ലീനിങ്ങിനു വേണ്ടി എത്തിച്ച വണ്ടിയാണ് അതീവ രഹസ്യമായി പോലീസ് അകമ്പടിയിൽ എത്തിച്ച് ചില്ല് മാറ്റി എന്ന തലത്തിൽ മനോരമ വെണ്ടയ്ക്ക നിരത്തിയത്. പക്ഷേ ആ നുണപ്രചനത്തിനും ആയുസ് കുറവായിരുന്നു. ഇതെല്ലാം പാളിയതോടെ നവകേരള സദസ്സിൽ കുട്ടികൾ പങ്കെടുക്കുന്നതിൽ മാധ്യമങ്ങളുടെ മുതലക്കണ്ണീരാണ് പിന്നീട് കണ്ടത്. കുട്ടികൾ അഭിവാദ്യം വിളിക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടായ ചെറിയൊരു വേദന. പക്ഷെ തങ്ങളുടെ കുട്ടികൾ നവകേരള സദസ്സിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നത് മാതാപിതാക്കളുടെ തീരുമാനമാണെന്ന് അടിയുറച്ചുള്ള ജനങ്ങളുടെ മറുപടി കണ്ടതോടെ അതിൽ നിന്നും മാധ്യമങ്ങൾ ഒരുപടി പിന്നോട്ട് പോയി. ഒടുവിൽ പ്രഭാതയോഗത്തിൽ പൗരപ്രമുഖർ പങ്കെടുക്കുന്നു എന്ന തലത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷെ തങ്ങളാണ് മാധ്യമങ്ങൾ പറഞ്ഞ പൗരപ്രമുഖർ എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ വെളിപ്പെടുത്തി രംഗത്ത് വന്നു. അതിലെ ചാമിച്ചനം മറന്നുപോകരുത്. അവരുടെ വാക്കുകളിലുണ്ടായിരുന്നു എന്താണ് പ്രഭാത സദസ്സ് എന്ന്. വിഭവസമൃദ്ധമായ സദസ്സ് എന്ന് പറഞ്ഞവർക്കും കൂടി ഉള്ളതായിരുന്നു ചാമിച്ചന്റെ മറുപടി. അങ്ങനെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പരിശ്രമങ്ങളും പാളിയതോടെ വിഷയം കോൺഗ്രസ് ഏറ്റെടുത്തു. വഴിനീളെ കറുത്ത കൊടി കാണിക്കാൻ ഇറങ്ങി. ഓടുന്ന വണ്ടിയുടെ മുമ്പിലേക്ക് ചാടലടക്കം തുടങ്ങി പല പല പ്രഹസനങ്ങൾ. സംസ്ഥാനത്തൊട്ടാകെ അക്രമം അഴിച്ചുവിട്ടു. കറുത്ത കൊടി മുതൽ അടിവസ്ത്രം വരെ കാണിക്കുന്ന തരം താഴ്ന്ന പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് എത്തി. ഷൂ വലിച്ചെറിഞ്ഞ് നെറികെട്ട കളി കളിച്ചു. അവസാനം മുട്ടയിൽ മുളക് പൊടിയും ഗോലിയും നിറച്ച് ഏറുവരെ. എന്തിനു വേണ്ടിയായിരുന്നു ഈ സമര നാടകമെന്ന് പ്രതിപക്ഷത്തിനും സമരം ചെയ്യുന്നവർക്ക് പോലും അറിവില്ലായിരുന്നു എന്നതാണ് വസ്തുത. നവകേരള സദസ്സ് ബഹിഷ്കരിക്കുമെന്ന കുമ്പക്കൂടി സതീശൻ വിളംബരം കോൺഗ്രസ് നേതാക്കളും അണികളും പോലും അംഗീകരിച്ചില്ല. എല്ലാ എതിർപ്പുകളെയും മറികടന്ന് ഒട്ടേറെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മുസ്ലിം ലീഗ് നേതാക്കളും നവകേരള സദസ്സിന്റെ ഭാഗമായി. ബഹിഷ്കരിക്കാൻ ആഹ്വാനിച്ചവർ സ്വന്തം പാർട്ടിക്കാരെ പുറത്താക്കി മടുത്തു. ഓരോ ദിവസം കടന്നു പോകുന്തോറും നവകേരള സദസ്സ് മഹാജനപ്രവാഹമായി രൂപപ്പെട്ടു. അത് കേരളം ഇതുവരെ കാണാത്ത ജനമുന്നേറ്റമായി ചരിത്രത്തിൽ ഇടം പിടിച്ചു. എല്ലാ പ്രതിഷേധങ്ങളെയും നെറികെട്ട പ്രചരണങ്ങളെയും മറികടന്ന് നവകേരള സദസ്സ് വിജയകരമായി യാത്ര പൂർത്തീകരിച്ചു. ജനങ്ങളെ കണ്ടു, സംസാരിച്ചു, അവരുടെ പരാതികൾ കേട്ടു. എല്ലാത്തിനും പരിഹാരം ഉണ്ടാകുമെന്ന ഉറപ്പും സദസ്സിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിച്ചു. നവകേരള സദസ്സ് ഉയർത്തിയ വിഷയങ്ങൾ അഭിമുഖീകരിക്കാനാവാതെ പ്രതിപക്ഷം ഒളിച്ചോടി. രാഷ്ട്രീയം മറന്ന് പിച്ചും പേയും പറയുന്ന പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയും തെരുവിൽ കണ്ട് ജനം ഊറിച്ചിരിച്ചു. അവരുടെ
പ്രഗത്ഭനങ്ങൾ ഏറ്റുപാടി മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും നാണം കിട്ടും. കോൺഗ്രസിന്റെയും മാധ്യമങ്ങളുടെയും വികസന വിരുദ്ധ മനസ്സ് നവകേരള സദസ്സ് ഒരിക്കൽ കൂടി തുറന്നുകാട്ടി. നവകേരള സദസ്സിന്റെ വിജയം കണ്ട് അതിന് പിന്നാലെ കുറ്റവിചാരണ സദസ്സുമായി ഇറങ്ങിയ കോൺഗ്രസ് കസേരകളെ നോക്കി പ്രസംഗിക്കേണ്ട ഗതികേടിലായി എന്നതാണ് മറ്റൊരു രസകരമായ കാഴ്ച. സർക്കാർ വിരുദ്ധത ജനങ്ങളിലുണ്ടെങ്കിൽ ജനസമുദ്രം കാണേണ്ടത് എവിടെയാണ്? നിങ്ങൾ എന്നെ ഉത്തരം കണ്ടെത്ത്. പിന്നെ മാധ്യമങ്ങളുടെ സ്റ്റോറിയെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കനുകോലു ലേഹ്യം കഴിച്ച് ബുദ്ധിശക്തി പെരുകിയ സുധാകരൻ സതീശൻ ടീമും വിതരണാവകാശം കോൺഗ്രസ് അണികൾക്കുമാണെന്ന് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്കും വരെ മനസ്സിലാകാവുന്നതേയുള്ളൂ. അതുകൊണ്ട് കുറ്റവിചാരണ പോലുള്ള സദസ്സുകളെ ജനം ചവിട്ടുകുട്ടയിൽ എറിയുന്നതും നവകേരള സദസ്സിനെ നെഞ്ചിലേറ്റുന്നത്. ഒന്നുറപ്പാണ്, നവകേരള സദസ്സിന്റെ വൻ വിജയം വെളിപ്പെടുത്തിയത് കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സാണ്. ഒരു ഭാഗത്ത് ദേവദൈവന്റെ മുതൽ കനുകോലുവിന്റെ വരെ പിന്തുണയിൽ പറഞ്ഞ് പഠിപ്പിച്ചിറങ്ങുന്ന പ്രഹസന നാടകങ്ങളും അത് പൊലിപ്പിക്കാൻ ശ്രമിച്ച മാധ്യമങ്ങളും, മറുഭാഗത്ത് ഗ്രൗണ്ടിൽ ജനലക്ഷങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഭരണ സംവിധാനം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്കാണ് ദീർഘദൂരം സഞ്ചരിച്ച് ആ ബസ് ചെന്നെത്തി നിൽക്കുന്നത്. ആ ബസ് ഇനിയും മുന്നോട്ട് തന്നെ പോകും. ജനക്ഷേമവും വികസനവും ഉറപ്പുവരുത്തി സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ നവകേരളം പടുത്തുയർത്തുക തന്നെ ചെയ്യും.